കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളക്കിലുക്കിയ സുന്ദരി മിന്ന് കെട്ടിന്. ഞാൻ അവിടെ കുറെ പരലിനെ കാണുന്നുണ്ട്. വെള്ളം നോക്കിയാൽ മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ ആണ് പറഞ്ഞില്ലേ. ഇന്ന് എന്താ വെച്ചാൽ ഒക്കെ പുല്ലും ചാരികാണ്ട പോണ്. നമുക്ക് ആരെങ്കിലൊക്കെ മതി. നമുക്ക് ആവശ്യത്തിനുള്ള പരലുണ്ട് കേട്ടോ. അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് 5-8 പരലെങ്കിലും കുടുങ്ങുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പാകമുള്ള സാധനമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒരു വെറൈറ്റി സാധനം കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് കളറൊക്കെ ഓക്കെയാണ്, നല്ല കളർ വന്നിട്ടുണ്ട്. അവിടെ കൂരലിൻ്റെ കുഞ്ഞാണ് കേട്ടോ. തുമ്പി സാറ് കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇതിൽ ഇട്ടിട്ടുണ്ട്. കുറേ കാലമായിട്ടോ തുമ്പിനൊക്കെ കണ്ടിട്ട്. ഓണത്തിൻ്റെ ഒക്കെ ടൈമല്ലേ, അതുപോലെ ആക്റ്റീവായതാവൂലെ. നനഞ്ഞിട്ടുണ്ട്. ഇത് നനഞ്ഞതുകൊണ്ടാട്ടോ, വേറെ പരിക്കൊന്നും പറ്റിയില്ല. പറന്നു പോടേ പോണില്ല. തുമ്പിയൊക്കെ കൊണ്ട് കല്ലെടുപ്പിക്കണൊക്കെ ഒരു കാലമായിരുന്നില്ലേ. എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇപ്പോൾ വെള്ളമൊക്കെ മൊത്തത്തിൽ കലങ്ങി കിടക്കുകയാണ്. ഈ കലക്കിൻ്റെ ടൈമിൽ ഒന്നെങ്കിൽ നമുക്ക് കയ്യര കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഞണ്ട് കുട്ടികൾ, പിന്നെ ഈ നമ്മൾ പിടിച്ച പരൽ. ഈ സാധനങ്ങളല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ഇതിന് ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോടിൽ നിന്നും മീൻ കടിക്കാറുണ്ട് മത്തിക്ക്. നമുക്ക് ഇവിടെ നിന്ന് റൗണ്ട് ഇങ്ങനെ ഇട്ട് നോക്കാം. കാറ്റ് ഇങ്ങനെ ഉണ്ട്. ഇതിൽ നമ്മൾ 10-ാം നമ്പർ ഉക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന പരലിൻ്റെ വലിപ്പത്തിന് അങ്ങനെ ഞണ്ട് എടുക്കണ്ടോ? ഇടക്ക് ചൂണ്ട ഞണ്ട് കടിക്കണ്ടോ? നമ്മുടെ ചുണ്ടനെ നമ്മൾ മെല്ലെ പുറത്തെറിയാനുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല വാലിൻ്റെ തിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താക്കാം, പതിയെ ഇവിടെ അങ്ങോട്ട് കോർത്തിട്ട് പതിയെ വിട്ടു കൊടുക്കാം. ഈ തളങ്ങൾ പോലത്തെ സ്ഥലങ്ങളിലാണ് കാര്യമായിട്ട് എന്താവുക മീനടിക്കുക. ഇത് കഴിഞ്ഞല്ലോ 3-4 കിലോയുള്ള കാളാഞ്ചിയൊക്കെ അടിച്ചതിന് കേട്ടോ, വലിയ കരിങ്ങാലിക്ക്. ഇവിടെ ഇങ്ങനെ നമുക്ക് എന്താക്കാം, ഓരോന്നായിട്ട് ഓരോ മൂലക്കിൽ പതിയെ ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങോട്ട് എടുത്താ, ഇങ്ങോട്ട് കയറ്റിടാം. തുണി അടി പിടിക്കണ്ടല്ലോ. ആ കയർമൊക്കെ ഇതാക്കണ്ട, ഒന്ന് ഇപ്പുറത്തേക്കുന്നോ. ഇതിൻ്റെ ആ കയർമക്കൂടെ പാഞ്ഞൊക്കെയാണെങ്കിൽ സാധനം അതോ ഒരു കളി ഇപ്പുറത്തേക്കുന്നോ. കുറേ നേരത്തെ കാത്തിരിപ്പിനോട് ഇല്ല കേട്ടോ. കുറേ നേരം കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഏകദേശം 250-300 ഇങ്ങോട്ട് അടിച്ചു. ചെറിയ വെള്ളമൊക്കെ അല്ല. നമ്മളെ ഓൾ ബ്ലൂവിൻ്റെ ലൂറിനാണ് കേട്ടോ, ഗോൾഡ്. അടിപൊളി. ഒരു 400 ഉണ്ടാവും, 400 സൈസ്, കുഴപ്പമില്ല. ഇതാ ഒരു തിണ്ട ഇത് എടുത്തടാ. അങ്ങനെ ആയിട്ടല്ലേ അത് പഠിപ്പിക്കല്ലേ, പഠിപ്പിക്കണോ? നല്ല ഉക്കപ്പല്ലേ? നല്ല ടൈമിങ് ആട്ടോ. കുറച്ചും കൂടി ഒന്നുകൂടി ചാടിയാ പോയിന് കേട്ടോ. അതല്ല, ആ ഉക്കപ്പാണ് അപ്പൊ പാച്ച്. അവിടെ ആ ഭാഗേ ഇതുണ്ടോ ചീന്തി. 350-400 ഉണ്ടാവും. 100 ഗ്രാം 300-400 സൈസിലുള്ളതുണ്ട്. അതിൻ്റെ പല്ലാണ് മെയിനായത്. അതെല്ലാം ഞാനെങ്കിലൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ അങ്ങനെ പറയാം, നമ്മളെ ഏകദേശം നല്ല ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ വശം ഇപ്പോൾ 8-10 വലിച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുകയാണ് കേട്ടോ. നമ്മുടെ പരലിന് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ കിട്ടിയിട്ട് വേണം നമുക്ക് പൊരിച്ചതിനെ അറിഞ്ഞില്ല. പൊന്തച്ചുകൊണ്ടതിൻ്റെ പ്രത്യേകത പറഞ്ഞൊക്കെയാണെങ്കിൽ
ചക്കാട്ടച്ചൂണ്ടയുടെ പ്രത്യേകത എന്നൊക്കെ ഇട്ടോടത്തുനിന്ന് മാറുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ചാൻസ് ഉണ്ട്. കയ്യുന്നതൊന്നും അറിയണില്ല. ഫീലിംഗ് ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് അടുപ്പിച്ചത് മീനാണോ കൊമ്പാണോ എന്നറിയില്ല. അങ്ങോട്ട് വലിക്കുന്നുണ്ട്. മീനാടാ കുഴപ്പമില്ലാത്തൊരു വരാന്നറിയില്ല. ചെറിയ സാധനം. അയ്യോ എന്താ എൻ്റെ പാവം. സൂപ്പർടാ. കളർ അധികം പോരാട്ടോ. ആകെ ഒറ്റ ചെമ്പല്ലിക്കുട്ടിയുള്ളതെന്നാണ് തോന്നുന്നത്. വേറൊന്നും കാര്യമായിട്ട് കാണണമെന്നില്ല. ഇതിലിപ്പോൾ നമ്മുടെ ഏകദേശം 10-13 എണ്ണമാണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും ഉണ്ടല്ലോ. നമ്മളിത് വലിക്കുമ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ നേരെ മുകളിൽ നിന്ന് വലിക്കാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ മീൻ എവിടെയെങ്കിലും ലോക്കായിട്ടുണ്ടെങ്കിൽ ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കാര്യമാണ്. അപ്പോൾ കടങ്ങാലിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരിതുണ്ട്. ചെറുതെന്തോ ഒരാളുണ്ടോ? അടിപൊളി. ചെറിയ ലോക്കുള്ള ആൾക്ക് നല്ലൊരു അടിപൊളി വെള്ളേരിയാണ് കേട്ടോ. എങ്ങനെയായിരുന്നു ലോക്കായി എന്നാവോ. ഇത് നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയ സാധനമാണ് തോന്നുന്നുണ്ട്. ഇതണ്ട, ഇത് വെള്ളേരിയാണ് കേട്ടോ. ഏരി തന്നെ പല ഐറ്റം വരുന്നുണ്ട്. അതിലുള്ള വെള്ളേരി. അങ്ങനെ അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ടെൻറ്റ് ഇവിടെ സെറ്റാക്കിയത് ഞാനൊന്ന് ഊരിയതാണ് കേട്ടോ. ഇത് ഊരിയപ്പോൾ ആകെ എനിക്ക് കിട്ടിയപ്പോൾ ആകെ ഇത്ര നീളമുള്ളതിന് ഞാൻ പിന്നെ സെറ്റാക്കിയപ്പോൾ അതൊക്കെ വല്ലാത്ത കാര്യം നീളമായിപ്പോയി. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി ശരിക്കും ഒന്ന് മടക്കും വേണം. നമുക്കിവിടെ ഏകദേശം സ്ഥലങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് 3 ആളെ ടെൻറ്റാണ് കേട്ടോ നമ്മുടെ ടെൻറ്റിലുള്ളത്. നമ്മുടെ കുറ്റിപ്പേരൻ്റെ പണി കഴിഞ്ഞാണ് കേട്ടോ. ഇപ്പം ഇന്ന് വീട് താമസമാണ് വരുന്നില്ല. അവിടെ മീൻ നമ്മളെ ചങ്ക അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണെങ്കിൽ ഇത് വാട്ടർ പ്രൂഫിൻ്റെതാണ് കേട്ടോ. ഇത് ഇവിടെ നമുക്ക് ഇവിടെ കെട്ടിടാനൊക്കെ ഉള്ള ഒരു ചെറിയത് കാണുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു തരാറുന്നില്ല. ജസ്റ്റ് മഴത്തൊക്കെ നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇത് കഴിഞ്ഞൊക്കെയാണെങ്കിൽ ഇവിടെ ദാ ഇങ്ങനെ ഇതിന് നമുക്കിവിടെ ഒരു റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുളത്തിടാൻ പറ്റും. സംഗതി തെറ്റാണ്. ഇനി ഇതൊക്കെയാണ് മീൻ പൊരിച്ചാണ്ട് ഇവിടെ ആണ്ട് കൊണ്ടുപോയി വെച്ചാൽ മതിയായിരുന്നില്ലേ. ആഹാ. അപ്പോൾ ഇതിലിഞ്ഞി നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി മീൻ പിടിച്ചാനുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിൻ്റെ ഇതൊക്കെ നമ്മളെ ചങ്ക ഇവിടെ റെഡിയാക്കുന്നുണ്ട്. എന്തായി മോനെ കിട്ടായോ? അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം സെറ്റായി. ചെറുനാരങ്ങ അങ്ങനെ എന്താണ് സെറ്റ്. ഇവിടെയൊക്കെ ഫുള്ള് വൈബ് പ്ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ട പരിപാടിയാണ് ഇവിടെ. ഒക്കെ ഫോയിൽ പേപ്പറിലിട്ട് ശരിക്കും മസാല ഒക്കെ തേച്ച് ഇങ്ങനെ തേച്ച് എടുക്കണം. ഇതൊക്കെ ഇങ്ങോട്ട് പിടിഞ്ഞെടുത്ത് അടിപൊളി. നമ്മൾ ചെണ്ടം കിടക്കുന്ന കിടപ്പ് വേണ്ട. அப்போ அங்கே வேறு மீன் குழம்பு சாப்பிடலாமா? எப்படி இருக்கும் பார்க்கலாம். இங்கே பாருடா கண்ணா. ചെമ്പല്ലിയൊക്കെ നോക്കി കറി വെച്ച മാതിരി കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് അറിയണ്ടേ. എനിക്ക് കിട്ടുന്നത് ആദ്യം വെച്ച് ടേസ്റ്റ് നോക്കി. ഞാനിവിടെ ഏരി ചെമ്പല്ലി കരിമീൻ കാളാഞ്ചി ഇവരെ എല്ലാവരും ഒരേ ഇനക്കാരാണ് അറിഞ്ഞില്ലേ.
എനിക്ക് സത്യത്തിൽ ഏറ്റവും താല്പര്യം ഏരിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഒന്ന് പറയണേ. ഏയ് വാ, അതിൻ്റെ കളറൊക്കെ കണ്ടാ ഇങ്ങനെ എന്താണ് ഇവൻ തിന്നാൻ തുടങ്ങിയാണ്. എത്താ പാട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാന്ന് വിചാരിക്കുക ഇത് അടിപൊളിയാണ് എന്ന് പറഞ്ഞേ. എനിക്കും ചെറുനാരങ്ങ ആദ്യം ചെമ്പത്തി ഒന്ന് കഴിച്ചോട്ടെ. ഇഞ്ചും കുറെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. ആവശ്യത്തിന് പിരിഞ്ഞു. പക്ഷെ ഇതിന് കാമ്പ് ഇങ്ങോട്ട് വയ്ക്കടാ. ഇങ്ങോട്ട് വയ്ക്കേ. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തൊടുമ്പോത്തിന് ഇങ്ങോട്ട് പഞ്ഞിക്കെട്ട് മാതിരി ഇങ്ങനെ അങ്ങോട്ട് പോരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, പൊളി. കൊഞ്ചം നേരത്തേക്ക് അപ്പുറം നമ്മ മച്ചിലി പാക്കലാണ്. വേണ്ട ഒക്കെ മുള്ളായിട്ടുണ്ട്. സംഗതി ഒരു രക്ഷയില്ല കേട്ടോ. ചെമ്പല്ലിൻ്റെ ഇതിങ്ങനെ വലിയ ചെമ്പല്ലി പിടിച്ചാൽ ഇങ്ങോട്ട് വയ്ക്കുകയാണ്. എൻ്റെ കണ്ണുണ്ടല്ലോ ഇപ്പിടി നോണ്ടി തിന്നണം. അപ്പോൾ വേറെ മാതിരി ടേസ്റ്റാണ്. അത് മാതിരി ഇതിൻ്റെ തലൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വയ്ക്കേ. ഇതേമാതിരി ആരെങ്കിലും തിന്നിട്ടുണ്ടോ? കൊതിയൊക്കെ അല്ലേടാ കയ്യ ടേസ്റ്റുണ്ടോ? ഇത് തല ഇതുവരെ തിന്നില്ല. എനിക്ക് വേണ്ട, പറയേണ്ടില്ല. ഇനി ഇതേതായാലും ഇല്ല. ഏരിയുണ്ട്, ഏരിക്കുട്ടി ഒന്ന് നോക്ക്. മീനിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലയാണ് കേട്ടോ. നമുക്ക് ഏറ്റവും താല്പര്യമുള്ള സാധനം ഏത് മീനാണെങ്കിലും നമ്മുടെ ചെമ്പല്ലി കാളഞ്ചി ഈ ടൈപ്പ് മീനുകൾ കേട്ടോ. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ നല്ല അടിപൊളി പരിപാടി. അങ്ങനെ ഒരു രസമില്ലേ? അപ്പോൾ ഏതായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നിങ്ങളവിടെ എവിടെയെങ്കിലും കൊമ്പന്മാരെ കിട്ടുന്നുണ്ടെങ്കിൽ വിളിച്ചോണ്ടിട്ട് എൻ്റെ വീടും കൂടിയൊക്കെ ആയിട്ട് നമ്മളും അവിടെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. എന്തോ കാട് കളിക്കായിരുന്നു. ക്യാമറ നമുക്ക് കൊച്ചു പൂക്കളും വള്ളികളൊക്കെ വെച്ചിട്ട് നമ്മുടെ ടെൻറ്റിനെ മൊത്തത്തിലൊന്ന് അലങ്കരിച്ചെടുക്കാം. മൊത്തത്തിൽ കാട്ടുകാർക്കുള്ള വീടാവണം എന്നുള്ളത് എന്താ മാതിരി പോലും സംഗതി നമുക്ക് ഒരാൾക്ക് നീണ്ട് നവർന്നിടാം. ഇങ്ങനെ കിടക്കട്ടോ. ഒരാൾക്കല്ല 3 ആൾക്ക്. ഇതിൻ്റെ ഇപ്പുറത്ത് ഒരാൾക്ക് ഇപ്പുറത്ത് ഒരാൾക്ക് കിടക്കാം. എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ 4 ആൾ പോകും.